പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റംസാൻ മാസത്തിലെ സ്പെഷ്യലായ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. കൽത്തപ്പത്തിനുള്ള മാവാണ്. അതിൻ്റെ കൂട്ട് എല്ലാവർക്കും അറിയുമെന്ന് കരുതിയാണ് ഞാനത് വിശദീകരിക്കാത്തത്. ഒരു സ്റ്റവ് വെച്ച് അതിലേക്ക് ഒരു കുക്കർ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുക്കർ വെച്ച് അത് അത്യാവശ്യം ചൂടായി വന്നാൽ അതിലേക്ക് ഈ കാണുന്ന പോലെ 2-3 കയ്യിൽ മാവ് കോരി ഒഴിക്കണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യിൽ പൊരിച്ചൊക്കെ ഇട്ടിട്ടൊക്കെ എടുക്കാം. അത് അതിൽ നല്ലോണം വിതറി കൊടുക്കുക. തേങ്ങ ചെറുതായി കൊത്തിയെടുത്തത്, ചെറിയ ജീരകം, ചെറിയ ഉള്ളി എല്ലാം കൂടി വറുത്തെടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ച് അത് വേവിച്ചെടുക്കണം. ആദ്യകാലങ്ങളിലൊക്കെ ഇത് മൺചട്ടിയിലായിരുന്നു വെച്ചിരുന്നത്. അതിൻ്റെ ഒരു ഗുണവും രുചിയും അത് വേറെ തന്നെയായിരുന്നു. വളരെ ശ്രദ്ധയോടെ നമ്മൾ കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്ത് അത് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്മൂത്തുള്ളൊരു അപ്പം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. നോമ്പ് കാലത്ത് 27 രാവിലെ എല്ലാ വീടുകളിലും ഈ കൽത്തപ്പം ഉണ്ടാക്കും. കുക്കർ നമുക്ക് അടച്ചു വെക്കാം. ഇനി നല്ല അപ്പങ്ങൾ നമുക്ക് റെഡിയായി കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായി.